എൻ്റെ കൃഷ്ണൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഭഗവാൻ. ഞാൻ ഭയങ്കര ആരാധനയൊന്നും എനിക്കില്ല. ഞാൻ വിളക്ക് പോലും കത്തിക്കാറില്ല. പക്ഷേ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് ശരിയായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എന്താപത്ത് വന്നാലും എന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഞാനൊന്നും ചോദിക്കാറില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാതെ ഞാനൊന്നും ചോദിക്കാറില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ എത്രയോ വർഷത്തിന് മുമ്പ് ഗുരുവായൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ നെഞ്ചോടക്കി പിടിച്ച് ഞാൻ ബസ്സിൽ പൊട്ടാതെ കൊണ്ടുവന്നതാണ്. എനിക്ക് ഇരിക്കാൻ സീറ്റ് പോലും കിട്ടില്ല. ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ എൻ്റെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുവന്ന ആളാണ് ഈ നിൽക്കുന്നത്. ഞാൻ പെയിൻറ്റ് പോലും ചെയ്തിട്ടില്ല. അന്ന് കൊണ്ടുവന്ന വർഷങ്ങൾക്കപ്പുറം ഒരു 10-20 വർഷമെങ്കിലും വരും. അന്ന് ചെയ്ത പെയിൻറ്റാണ്. ഞാനിതിൽ പെയിൻറ്റ് ചെയ്യാൻ ആരെയും സമ്മതിക്കത്തില്ല. ഞാൻ വീട് പെയിൻറ്റ് ചെയ്തപ്പോഴൊന്ന് അവിടെ എടുത്ത് മാറ്റി വെച്ചപ്പോൾ ആരോ വന്നതിൽ തട്ടി കൈ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. പക്ഷേ എല്ലാവരും പറഞ്ഞു കളയണമെന്ന്. ഞാൻ കളഞ്ഞില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്ന് നമ്മൾ കളയുമോ? തീർച്ചയായിട്ടും ഞാൻ കളയില്ല. കാരണം ഞാനത് എങ്ങനെയോ ആ കൈ അത് പൂർവ്വസ്ഥിതിയിലായി. ചില്ല് പോലെ പൊട്ടിപ്പോയതാണ് കൈയുടെ ഭാഗം. പക്ഷെ പൂർവ്വസ്ഥിതിയിലായി. എൻ്റെ കൂടെ എപ്പോഴും ഒപ്പമുണ്ട്. ഞാൻ നിലവിളക്ക് പോലും കത്തിക്കാറില്ല. ചില ദിവസം ഞാൻ പറയും എനിക്കൊന്ന് കത്തിക്കാൻ വയ്യ കേട്ടോ എന്നൊക്കെ പറയും. ഉള്ളപ്പോൾ ചിലപ്പോൾ കത്തിക്കും, അത്ര തന്നെ. അല്ല, ഞാനൊന്നും അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ കൃഷ്ണനാണ്. നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ.